ഹായ് അസ്സലാമു അലൈക്കും. ഷിൻസിസ് വ്ളോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നുണ്ടല്ലോ? അൽഹംദുലില്ലാഹ് ഞങ്ങളും ഇവിടെ സുഖമായിരിക്കുന്നു കേട്ടോ. അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പം നമുക്ക് റേഷൻ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന പച്ചരി ഇല്ലേ, അപ്പം അത് വെച്ചിട്ട് ഞാനൊരു ശർക്കര പായസം ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ ഇതിൽ തേങ്ങാപ്പാലെല്ലാം ഞാൻ പശുവിൻ പാൽ ചേർത്തിട്ടാണ് ഈ ഒരു പായസം ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. അപ്പം നമ്മൾ സ്പൂണ് വെച്ച് കോരി കഴിക്കാൻ പാകത്തിനുള്ള ഒരു പായസമാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പം നമുക്കിത് എങ്ങനെ ഉണ്ടാക്കിയാൽ നോക്കിയാലോ. അപ്പോൾ ഇപ്പോൾ കുട്ടികൾക്കൊക്കെ ഒഴിവാണല്ലോ. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കി വൈകുന്നേരം ഒന്ന് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവർക്കും ഒത്തിരി ഇഷ്ടമാവും കേട്ടോ, സ്നാക്സിൻ്റെ പകരമായിട്ട്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുക നോക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരു കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ആ ഒരു പച്ചരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ പച്ചരി ഇത് നന്നായിട്ട് കഴുകിയിട്ട് നമുക്ക് ഒന്ന് മാറ്റിയെടുക്കണം. പിന്നെ ഉണ്ടല്ലോ, നമ്മൾ ഏത് കപ്പിനാണ് എടുക്കുന്നത് വെച്ചെങ്കിൽ ആ ഒരു കപ്പിനാണ് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത് കേട്ടോ. പിന്നെ ഞാൻ കുക്കറിൽ വിസിലടുപ്പിച്ച് വേവിക്കല്ല, അപ്പോൾ അതിൻ്റെ പേരിലാണ്. അപ്പോൾ പച്ചരിയൊക്കെ നന്നായി കഴുകി ഞാൻ ആ വെള്ളത്തിൽ നിന്ന് ഇങ്ങനെ വാർത്തെടുത്തിട്ടുണ്ട്. അത് ഞാനിത് ഒരു കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് കട്ടിയുള്ള ഒരു പാത്രം വയ്ക്കുമ്പോൾ നല്ലതാണ്. പിന്നെ കുക്കർ എടുത്താലും ഞാനത് വിസിലടുപ്പിക്കുന്നില്ല കേട്ടോ. പിന്നെ അതിലേക്ക് ഒരു കപ്പ് അരിക്ക് 4 കപ്പ് വെള്ളമാണ് ഞാൻ ഈ ഒരു പച്ചരിക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. 4 കപ്പ് വെള്ളമാകുമ്പോൾ നമ്മുടെ അരി വെന്ത് കിട്ടും. പിന്നെ ഒത്തിരി വെന്ത് ഉടഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഉടഞ്ഞു പോവേണ്ട, നമുക്ക് ആ ഒരു വറ്റ് പോലെ തന്നെ കിട്ടണം കേട്ടോ. അപ്പോൾ 4 കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഒന്ന് നല്ലോണം ഒന്ന് തിളച്ച് വരുന്നത് വരെ ഞാനിത് ഉള്ളിലൊക്കെ ആക്കിയിട്ട് ഇതൊന്ന് അടച്ചിട്ടുണ്ട് കേട്ടോ. വെയിറ്റ് ഇടുന്നില്ല, ഇതിൻ്റെ വിസിൽ ഞാൻ ഇടുന്നില്ല കേട്ടോ. അപ്പം ഇങ്ങനെ അടച്ചു വെച്ചിട്ട് പിന്നെ നമുക്കത് നല്ല തിളച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് തുറന്നിട്ട് നമ്മൾ സാധാരണ മേലെ മൂടി വെക്കുമല്ലോ, അതുപോലെ മൂടി വെച്ചാൽ മതി കേട്ടോ. അതെന്തിനാന്ന് വെച്ചാൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് എടുത്തിട്ട് ഇളക്കി കൊടുക്കാൻ പറ്റും അങ്ങനെ ആകുമ്പോൾ കേട്ടോ. വിസിലടിച്ചിട്ട് അങ്ങനെയല്ല ഞാൻ വേവിക്കണത്. പിന്നെ നമുക്ക് അതിലേക്ക് വേണ്ടിയിട്ട് ഞാനിതാ 5 ശർക്കര ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു നോർമൽ മധുരമായിട്ടുള്ള മധുരമായിരുന്നു, നോർമലായിട്ടുള്ള ഒരു മധുരമായിട്ട് ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു പാകത്തിനാണ് ഞാൻ ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് ഒന്നും കൂടെ മധുരം വേണമെങ്കിൽ 6 ശർക്കര എടുക്കുക, 6ഓ 7ഓ എടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് അതൊന്ന് പൊടിച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് അതൊന്ന് മെൽറ്റ് ആവാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. ആ സമയം നമ്മുടെ അരി വേകുമ്പോഴത്തേക്കും അതൊന്ന് മെൽറ്റായി വന്നോട്ടെ. പിന്നെ നമ്മളിങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇടയ്ക്കൊന്ന് അരി ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ അടിക്ക് പിടിക്കുള്ളൂ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതാ നമ്മൾ ആ ഒരു 4 കപ്പ് വെള്ളം വെച്ചത് കറക്റ്റ് അളവാണ്, കണ്ടല്ലോ. വെള്ളമൊക്കെ വറ്റി നമ്മുടെ ഈ ഒരു അരി നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ വെന്ത് ഉടച്ചെടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. നമുക്ക് ഈ പായസം കഴിക്കുമ്പോൾ ആ ഒരു വറ്റ് കിട്ടണം കേട്ടോ, അതിൻ്റെ പേരിലാണ്. അപ്പോൾ ഇതാ നമ്മുടെ അരി വെന്തിട്ടുണ്ട്. അപ്പോൾ ഇനി നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, കണ്ടോ. അപ്പോൾ ഈ ഒരു പാകത്തിനാണ് നമ്മുടെ ഈ ഒരു ചോറ് കിട്ടേണ്ടത് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ മെൽറ്റാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന ഒരു ശർക്കര പാനിയില്ലേ, അത് അരിച്ചിട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് എപ്പോഴും നമ്മൾ എല്ലാ ശർക്കരയിലും കച്ചറ ഉണ്ടാവില്ല, പക്ഷെ ഞാൻ എടുത്തിട്ടുള്ള ഈ ഒരു ശർക്കര നല്ല കച്ചറുള്ളത് തന്നെയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ അതൊന്ന് തരിച്ചിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ ഒരു ശർക്കര പാനിയിൽ കിടന്നിട്ട് നമ്മുടെ ഈ ഒരു അരിനെ നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കൂലേ നമ്മൾ, ആ രീതിക്കൊന്ന് ആക്കിയെടുക്കണം കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞല്ലോ, നമ്മളിത് സ്പൂൺ കൊണ്ട് കോരി കഴിക്കുന്ന രീതിയിലാണ് ഞാനൊരു പായസം തയ്യാറാക്കി എടുക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് കുടിക്കുന്ന പാകത്തിനാണെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം. അപ്പോൾ കണ്ടോ, ഈ ഒരു ശർക്കരയിൽ കിടന്നിട്ട് നമ്മുടെ ഈ ഒരു ചോറ് നന്നായിട്ട് വരട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ. ശരിക്കും ഈ ഒരു പായസത്തിന്റെ കളർ ഇതാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ക്യാമറയുടെ പ്രശ്നമാണ് കളർ വ്യത്യാസമായിട്ട് തോന്നുന്നത് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാനിതാ ഒരു ലേശം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, നമ്മുടെ ഈ ഒരു മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ശർക്കര പാനിയിൽ നമ്മൾ ആ ചോറ് നിർബന്ധമായിട്ടും ഇതുപോലെ ഒന്ന് വരട്ടി കൊടുക്കണം കേട്ടോ. എന്നാലാണ് നമ്മുടെ ഒരു പായസത്തിന്റെ ടേസ്റ്റ് ഒരു വ്യത്യാസമായിട്ട് തോന്നുന്നത്. കണ്ടോ, നല്ല വറ്റി ആ ഒരു ശർക്കര പാനിയും വറ്റി നമ്മുടെ ചോറിലൊക്കെ നന്നായി പിടിച്ച് കട്ടിയായിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഈ രീതി ഇതുവരെ ഒന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പാല് വേണം. അപ്പം ഞാൻ പറഞ്ഞല്ലോ, പശുവിൻ പാലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. 2 കപ്പ് പശുവിൻ പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ തേങ്ങാപ്പാൽ എടുക്കാൻ സൗകര്യമുള്ളവരും എടുക്കാൻ ബുദ്ധിമുട്ടില്ലാത്തവരും ആണെങ്കിൽ തേങ്ങാപ്പാൽ തന്നെ എടുക്കുക. അതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ് കേട്ടോ. അപ്പോൾ തേങ്ങാപ്പാൽ എടുക്കുന്ന സമയത്ത് 1-ാം പാൽ 2-ാം പാൽ എന്ന് മാറ്റി വെക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ ആദ്യം ഒരു ലേശം പാൽ ഒഴിച്ചിട്ട് നമ്മൾ ആ ഒരു മിക്സ് ഒന്ന് നന്നായിട്ട് യോജിപ്പിച്ചതിൻ്റെ ശേഷം ബാക്കി പാലും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് അതല്ല, നിങ്ങൾക്ക് 1-ാം പാൽ 2-ാം പാൽ എന്നാണെങ്കിൽ 1-ാം പാൽ 2-ാം പാൽ ആദ്യം ഒഴിച്ചിട്ട് നന്നായി മിക്സ് ചെയ്ത് ഒന്ന് കുറുക്കി എടുത്തതിന് ശേഷം ലാസ്റ്റ്
രണ്ടാം പാൽ ഒഴിച്ചു കൊടുത്താൽ മതി. രണ്ടാം പാൽ ഒഴിച്ചു കൊടുത്താൽ പിന്നെ അധികം ഇട്ടിട്ട് ചൂടാക്കാനും തിളപ്പിക്കാനും നിൽക്കരുത് കേട്ടോ. അപ്പം ഞാനിതാ 2 കപ്പ് പാല് ഫുള്ളായി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ ശർക്കരയുടെ ഒരു കുത്തുന്ന ഒരു ടേസ്റ്റ് ഉണ്ടാവുമല്ലോ, അപ്പം അത് മാറാൻ വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ഫ്ലേവറിന് കുറച്ച് ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ ജീരകത്തിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മുടെ പായസത്തിൻ്റെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഈ പാലിലും കിടന്നിട്ട് നമ്മുടെ ഈ ഒരു അരിയൊക്കെ ഒന്ന് സെറ്റായിട്ട് വരണം കേട്ടോ. അപ്പം ഞാൻ നന്നായിട്ടൊന്ന് കുറുക്കിയിട്ടാണ് എടുക്കുന്നത്. അപ്പം ഇനി അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക. അപ്പം ഇത് നിങ്ങൾക്ക് നിർബന്ധമൊന്നുമില്ല, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഈ ഒരു നെയ്യും കൂടെ അതിലുണ്ടാകുമ്പോൾ കുറച്ച് നമുക്ക് ടേസ്റ്റാണ്. നമ്മൾ വേറെ ഇതിൽ നെയ്യ് ചേർത്തിട്ടില്ല. അപ്പം ഇനി നമ്മൾ ലാസ്റ്റ് ഇത്തിരി തേങ്ങാക്കൊത്തൊന്ന് വറുത്തിടാനുണ്ട്. അപ്പം അതിനും നമ്മൾ ഒത്തിരി അങ്ങോട്ട് നെയ്യൊന്നും ഒഴിക്കൂല. അപ്പോൾ ഒരു പായസം കുടിക്കുമ്പോൾ ഇത്തിരി നെയ്യുടെ ടേസ്റ്റ് ഉണ്ടെങ്കിൽ നല്ലതല്ലേ. അപ്പോൾ ആ നെയ്യും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതും നന്നായിട്ടൊന്ന് ചൂടായിട്ടൊക്കെ വന്ന ശേഷം നമുക്കത് ഇറക്കി വെച്ചിട്ട് നമുക്ക് കുറച്ച് തേങ്ങാക്കൊത്തൊന്ന് വറുത്തെടുക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്തിട്ടുണ്ട്. നെയ്യ് ഇതൊരു പാനിലിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തേങ്ങാക്കൊത്ത് ഞാൻ ഇത്രത്തോളമാണ് എടുത്തിട്ടുള്ളത്. തേങ്ങാക്കൊത്തിൻ്റെ അളവ് നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇനി ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചിട്ട് ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് കാഷ്യൂസ് മുന്തിരിയൊക്കെ വേണമെങ്കിൽ അതും കൂടെ വറുത്തിടാം കേട്ടോ. അപ്പോൾ ഈ അരി വെച്ചിട്ടുള്ള ഈ ഒരു പായസം ഉണ്ടല്ലോ, ശർക്കര പായസം, ഇതിൽ നമുക്ക് തേങ്ങാക്കൊത്ത് കഴിക്കുമ്പോഴാണ് ഒന്നും കൂടെ ടേസ്റ്റി ആയിട്ട് തോന്നിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതാ തേങ്ങാക്കൊത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കട്ടെ. അപ്പോൾ തേങ്ങാക്കൊത്ത് നന്നായിട്ട് മൂത്തിട്ടുണ്ട്. അപ്പം ഇനി അരി നെയ്യോട് കൂടെ തന്നെ ഞാനിത് ആ ഒരു പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ ഒത്തിരി തേങ്ങാക്കൊത്ത് ഇഷ്ടമാണെങ്കിൽ കുറച്ചും കൂടെ ഒക്കെ ആവാട്ടോ ഈ ഒരു ക്വാണ്ടിറ്റിയിൽ. അപ്പോൾ ഇനി നമുക്കത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ ഇനി ഇത് ചൂടാറിയിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടെ കട്ടിയായി വരും കേട്ടോ. അപ്പം ഞാൻ കുറച്ച് പായസം ഞാനിതാ ഈ ഒരു പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഇപ്പോഴും നല്ല ചൂടുണ്ട് കേട്ടോ. ചൂടാറിയിട്ടുണ്ടെങ്കിൽ ഇതൊന്നും കൂടെ കട്ടിയായിട്ട് കിട്ടും കേട്ടോ. അപ്പം നിങ്ങൾക്ക് താല്പര്യം ഇങ്ങനെയല്ല, ഇത്തിരിയും കൂടെ ലൂസ് ആണെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ചിട്ട് കുറുക്കിയെടുത്താൽ മതി. അപ്പം നമ്മുടെ വീഡിയോസ് കാണുന്ന പുതിയതായിട്ടുള്ള കൂട്ടുകാർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്ക് അടിക്കാനും മറന്നു പോവല്ലേ കേട്ടോ. നമ്മളെ ചാനലിൽ ഒത്തിരി റെസിപ്പികൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരൊക്കെ ഒന്ന് കയറി കണ്ടു നോക്കിയിട്ട് നിങ്ങൾ ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടെ തരണം കേട്ടോ. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടെ മറക്കല്ലേ കേട്ടോ. അപ്പോൾ ഇന്നത്തെ പായസത്തിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നുണ്ട്. നമ്മുടെ മക്കളൊക്കെ വൈകുന്നേരങ്ങളിൽ ഇപ്പോൾ ചായയൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന സമയത്ത് ഒരു ദിവസം നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കൊടുത്തു നോക്കണം കേട്ടോ. അവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാവും. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.